ഹായ് സ്റ്റുഡൻസ്, ഞാൻ സുമേഷ്. 9ാം ക്ലാസ്സിൻ്റെ ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഉള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇതിനകത്ത് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നാണ്, ആറ്റത്തിൻ്റെ ഘടന. അതാണ് അതിൻ്റെ മലയാളത്തിലുള്ള വെർഷൻ. നമ്മൾ ഇതിനകത്ത് പറയുന്നത്, ഇപ്പം ആറ്റത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 8ാം ക്ലാസ്സിൽ. ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ്. ഇനി അതായത് ഒരു എലമെൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ആറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ജോൺ ഡാൾട്ടനെ കുറിച്ചാണ്. അതായത് 1807 വർഷം നിങ്ങൾ കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. ജോൺ ഡാൾട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് അറ്റോമിക് തിയറി എന്ന് പറയാം. അപ്പോൾ ഈ അറ്റോമിക് തിയറി ആണ് ഈ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അറ്റോമിക് തിയറി. ഇത് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്ന ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ഇതിനകത്ത് ഡാൾട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാൾട്ടനെ കുറിച്ച് ആ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ 8ാമത്തെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രൊപ്പണൻ്റ് ഓഫ് അറ്റോമിക് തിയറി, ഹി ഹാഡ് എ കളർ ബ്ലൈൻഡ്നെസ്, സോ ദിസ് ഡിസീസ് കെയിം ടു ബി നോൺ ആസ് ഡാൾട്ടനിസം. നമ്മൾ സാധാരണയായിട്ട് ഈ അറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബേസ് പറയുന്നുണ്ട്. ഇത് കൂടാതെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്ന ഒരാളാണ് ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് വർണ്ണാന്തത എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഇദ്ദേഹത്തിലാണ് ആദ്യമായിട്ടത് കൺഫേം ചെയ്തത്. അതുകൊണ്ട് അതിനെ ഡാൾട്ടനിസം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തിലേക്ക് വരാം. അതിനകത്ത് ഫസ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് അല്ലെങ്കിൽ മേജർ ഐഡിയാസ് ഓഫ് അറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു 6 പോയിൻ്റ് ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങളെന്ന് വിളിക്കുന്ന ചെറിയ കണികകൾ കൊണ്ടാണ്. അതായത് ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ആറ്റത്തിന് കെമിക്കൽ റിയാക്ഷൻ ടൈമിൽ ഡിവൈഡ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല, അതായത് ഡിവൈഡ് ചെയ്യപ്പെടുന്നില്ല. ഈ ആറ്റംസിനെ തന്നെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനും പറ്റത്തില്ല, ഉള്ള ആറ്റത്തിനെ നശിപ്പിക്കാനും പറ്റത്തില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ പോയിൻ്റായിട്ട് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു എലമെൻറ്റിൻ്റെ, ഒരു മൂലകത്തിൻ്റെ എല്ലാ കണങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സൈസ്, മാസ്, അങ്ങനെ നമ്മൾ പറയുന്ന ബേസിക് ആയിട്ടുള്ള അതിൻ്റെ എല്ലാ സ്ട്രക്ചർ ഉൾപ്പെടെ എല്ലാം സെയിം ആയിരിക്കും. അടുത്ത പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ആറ്റത്തിൻ്റെ, അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റങ്ങൾക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും മാസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഹൈഡ്രജൻ്റെ ആറ്റവും ഓക്സിജൻ ആറ്റവും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാളസ്റ്റ് ആറ്റമാണ്. ഓക്സിജൻ ആകുമ്പോൾ അതിനെക്കാട്ടി കമ്പയർ ചെയ്യാൻ നേരത്ത് സൈസ് കൂടുതലാണ്. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസിലും സ്ട്രക്ചറിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും സ്മാളസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. അപ്പോൾ 2 അതിൽ കൂടുതലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ആറ്റങ്ങൾ ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതിന് അറ്റോമിക് തിയറിയുടെ ഐഡിയാസ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻസും അതിൻ്റെ ഫൈൻഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം ഇദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എലമെൻസിനെ ഐസൊലേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഹംഫ്രി ഡേവി എന്ന് പറയാം. അപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഇദ്ദേഹം കറക്റ്റ് ഒരുപാട് എലമെൻറ്റ് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിച്ചെടുക്കുക എന്നാണ്. ഇപ്പം അവയുടെ കോമ്പൗണ്ട്സിൽ നിന്ന്, അതായത് എക്സാമ്പിളായിട്ട് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ,
ഇതെല്ലാം അവയിൽ ചില എലമെൻസ് ആയിട്ട് കണക്കാകുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റുകൾ നടത്തിയത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇലക്ട്രിക് ചാർജുള്ള പാർട്ടിക്കിൾസ് എല്ലാ സബ്സ്റ്റൻസിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആയിട്ട് പറയപ്പെടുന്നു 2 ടൈപ്പ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അത് ഈ പാർട്ടിക്കിൾസിൻ്റെ ബേസിലാണ് ആ റിയാക്ഷൻ പോലും നടക്കുന്നത്. അല്ലെങ്കിൽ ദീസ് ഇലക്ട്രിക് ചാർജസ് ദാറ്റ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. അപ്പം മറ്റുള്ള പദാർത്ഥങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഓരോരുത്തരുടെ ഫൈൻഡിങ്സ് ആണ്. അതിൽ ചെറിയ ചെറിയ ഡീവിയേഷൻസ് പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഹംഫ്രി ഡേവിയുടെ ആ ഒരു ഫൈൻഡിങ് ആയിട്ട് പറയപ്പെടുന്നത്. അടുത്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. മൈക്കിൾ ഫാരഡേ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. അതായത് ഇലക്ട്രിസിറ്റിയുടെ, വൈദ്യുതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് മൈക്കിൾ ഫാരഡേ ആണ്. അതായത് ഇദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ, അതായത് ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ചെയ്തത്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് സം ലിക്വിഡ് സബ്സ്റ്റൻസ് ക്യാൻ സെപ്പറേറ്റ് ഇൻ ടു ദെയർ കോമ്പണൻസ് ബൈ പാസിങ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദം. അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ട് പല പദാർത്ഥങ്ങളെയും, അതായത് അതിനകത്ത് ലിക്വിഡിനകത്തുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പദാർത്ഥങ്ങളെ വേർതിരിച്ചെടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ വേർതിരിച്ചെടുക്കാമെന്നുള്ള പരീക്ഷണമാണ് ഇദ്ദേഹം നടത്തിയതിൽ നിന്നും മനസ്സിലാക്കിയത്. പിന്നെ ദെയർ ആഫ്റ്റർ ഹി പ്രൊപ്പോസ് ദ ലാ ഇൻ കോമ്പിനേഷൻ വിത്ത് ദിസ്. അതായത് ലാ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് അത് വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. അതായത് ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ് +2 പഠിക്കാനുള്ള പോർഷനാണ്. അതിനകത്ത് ഫസ്റ്റ് ലായും സെക്കൻഡ് ലായും എന്ന് പറഞ്ഞ 2 സംഭവം പറയുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ട. അപ്പോൾ ആ ലായാണ് നമ്മൾ ലാസ് ഓഫ് ഇലക്ട്രോളിസിസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ് ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്കിൾ ഫാരഡേ ആണ്. ഇനി ഈ പ്രോസസ്സിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആക്യുറേറ്റ് ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മളിപ്പം ഏത് സയൻറ്റിസ്റ്റ് എന്ത് സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്താലും ഒരു പരിധി വരെയൊക്കെ മൈന്യൂട്ടായിട്ടെങ്കിലും അതിനകത്ത് ചെറിയ ചെറിയ ഒരു ഫാൾട്ട് സംഭവിക്കാം. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫൈൻഡിങ്സിലും ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. അത് പിന്നീട് വന്ന സയൻറ്റിസ്റ്റുകളായിരിക്കും അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തത് എന്നുള്ളതാണ് ഇതൊരു ബേസ്. അപ്പോൾ നമ്മൾ ഹംഫ്രി ഡേവിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, മൈക്കിൾ ഫാരഡേയെക്കുറിച്ചും പറഞ്ഞു. ഇതൊരു ഇത്തിരി മെനക്കെട്ട പോർഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കുക, എന്നാലേ നിങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ കണക്ക് അടുത്ത സയൻറ്റിസ്റ്റാണ് ഹെൻറിച്ച് ഗീസ്ലർ എന്ന് പറയും. അപ്പം ഈ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇയാൾ ഒരു ഗ്ലാസ് ബ്ലോവർ ആയിരുന്നു. അതായത് ഗ്ലാസ് മേക്കിങ്ങിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഡിസ്ചാർജ് ട്യൂബ്, വാക്വം ട്യൂബ് എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊന്നാണ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയാം. ദ ഇൻവെൻഷൻ ഓഫ് ദിസ് റിവീൽഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ഗ്യാസ് ആസ് വെൽ. അത് കണ്ടെത്തിയതോടുകൂടിയാണ് ഗ്യാസിലൂടെ അല്ലെങ്കിൽ വാതകങ്ങളിൽ കൂടെ പോലും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടെത്തിയത്. ദി എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഗീസ്ലർ ആൻഡ് പ്ലക്കർ ആക്സിലേറ്റഡ് ദ സ്റ്റഡീസ് അബൌട്ട് ദ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇവരുടെ ആ ഒരു ഗീസ്ലറിൻ്റെയും പ്ലക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെയും ആ ഒരു സ്റ്റഡീസിലൂടെയാണ്, നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെയാണ് കൂടുതലായിട്ട് പദാർത്ഥങ്ങളുടെ നേച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്ന് പറയപ്പെടുന്നു. അത്രയേ ഉള്ളൂ അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ കൂടെ പറഞ്ഞ ജൂലിയസ് പ്ലക്കർ എന്ന് പറയുന്ന ആ സയൻറ്റിസ്റ്റിൻ്റെ ഫൈൻഡിങ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു ഗ്യാസിലൂടെ, വെരി ലോ പ്രഷറിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തു. ഈ പാസ് ചെയ്ത സംഭവത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രിക് കറണ്ട് ലോ പ്രഷറിൽ ഗ്യാസിലൂടെ കടത്തിവിടുന്ന ഈ ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് അറിയപ്പെടുന്നത് ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയാം. It was found that if the pressure inside the tube decreases beyond a lower limit during the time of electric discharge, a glow of light will be seen on the sides of the glass tube. ഒരു പർട്ടിക്കുലർ പ്രഷറിനും താഴെ നിർത്തിക്കൊണ്ട് ഇതിനകത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് നടന്നു കഴിഞ്ഞാൽ ആ ട്യൂബിൻ്റെ ഒരു ഭാഗത്ത് ലൈറ്റിൻ്റെ ഒരു ഗ്ലോ ഉണ്ടാകും. ഗ്ലോ എന്ന് മീൻസ് തിളക്കം എന്നുള്ള സംഭവമാണ്. അതാണ് ഇഫ് എ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് നിയർ ദ ഗ്ലോ. അപ്പം ഒരു മാഗ്നറ്റ് അതിനടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ദ ഗ്ലോ വിൽ ബി ചേഞ്ച്ഡ്. ആ ഗ്ലോയുടെ പൊസിഷൻ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാകാം. ദിസ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്
ഇൻ ദ റേസ് എമർജ്ഡ് ഫ്രം ദ ഗ്യാസസ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്. ഇതിൽ നിന്ന് നമുക്ക് അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്, അതായത് ഇലക്ട്രിക് ചാർജ് ഉണ്ട്, റേസിന് ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായിരുന്നു ജൂലിയസ് പ്ലക്കറിൻ്റെ ആ ഒരു ഫൈൻഡിങ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് വില്യം ക്രൂക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതായത് വില്യം ക്രൂക്സ് എക്സ്പെരിമെൻ്റ് നടത്തി ഗീസ്ലർ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് വിത്ത് ദ ഹെൽപ്പ് ഇൻ ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് ഗ്യാസിൻ്റെ നേച്ചർ ക്ലാരിഫൈ ചെയ്ത അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റാണ് ഇദ്ദേഹം നടത്തിയത്. ദി ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ കാഥോഡ് റേ ട്യൂബ്, CRT ട്യൂബ് എന്ന് പറഞ്ഞ ട്യൂബുണ്ട്, അതിനെയാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞത്. വെൻ പ്രഷർ ഈസ് ഡിക്രീസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ദ സ്റ്റഡി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ലെഡ് ടു ദീസ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് നോർമൽ കണ്ടീഷനിൽ കാഥോഡ് റേ ട്യൂബിനകത്ത് നടത്തിയ ആ ഒരു എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ബേസാണ് ഇദ്ദേഹം പറഞ്ഞത്. Further studies led to the discovery of facts such as atoms can be divided and atoms are made up of extremely minute subatomic particles smaller than atoms. ഇത്തരത്തിലുള്ള ഈ ഫൈൻഡിങ്സിൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളും, അതായത് ഒട്ടുമിക്ക പദാർത്ഥങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ആറ്റംസ് നിർമ്മിച്ചിരിക്കുന്നത് അതിനേക്കാൾ ചെറിയ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി എക്സാമ്പിളായിട്ട് അത് കൂടാതെ ടെസ്റ്റ് കൊടുത്തിരിക്കുന്നത് കാഥോഡ് റേ ട്യൂബിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പിക്ചർ ട്യൂബ്, TV-യുടെ. അത് കണക്ക് തന്നെ എക്സ്റേ ട്യൂബ്, ഇതെല്ലാം കാഥോഡ് റേ ട്യൂബായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ TV-യുടെ പിക്ചർ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അത് കണക്ക് എക്സ്റേ ട്യൂബ്. ഓക്കെ, ഇതാണ് വില്യം ക്രൂക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഗോൾഡ്സ്റ്റീൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. അപ്പം പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയ ആളാണ് ഈ പറഞ്ഞ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഹി പ്രൊഡ്യൂസ്ഡ് ആനോഡ് റേസ് യൂസിങ് ഡിസ്ചാർജ് ട്യൂബ് ആൻഡ് ഫൗണ്ട് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് ബൈ സ്റ്റഡിയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ആനോഡ് റേസ്. അപ്പോൾ ആനോഡ് റേസിൻ്റെ ഒരു ബേസാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ദീസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് റിസൾട്ട്സ് ഗേവ് ടു മെനി എവിഡൻസ് ടു ഒപ്പോസ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അപ്പോൾ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയെ ഒപ്പോസ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളിലേക്ക് നയിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ അതും ഓർത്തിരിക്കുക. ഗോൾഡ്സ്റ്റീനെ കുറിച്ച് അത്രയൊക്കെ ഉള്ളൂ, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് അടുത്ത കൊടുത്തിരിക്കുന്ന വില്യം റോൺജനാണ്. റോൺജൻ എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ കണ്ടുപിടുത്തമാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആ ഒരു അത്രയും ഒരു ആൾക്കാർക്ക് ഇദ്ദേഹത്തെ ഫെമിലിയർ ആക്കിയത്. അതായത് വില്യം റോൺജനും ക്രൂക്സും എല്ലാം ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ ഫേമസ് ആയ ആൾക്കാരാണ്. അതായത് 1895 നവംബർ 8 അദ്ദേഹം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയത്. അതായത് ഹി പ്ലേസ്ഡ് ആൻ അലൂമിനിയം പ്ലേറ്റ് ഓൺ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് ആൻഡ് റിഫ്ലക്റ്റഡ് ദ റേസ്. അപ്പോൾ അലൂമിനിയം പ്ലേറ്റ് വെച്ചുകൊണ്ട് കാഥോഡ് റേസിൻ്റെ പാത്തിലാണ് വെച്ചത്. എന്നിട്ട് അതിനകത്ത് റേസിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു, കാഥോഡ് റേസ്. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസ് എമർജ്ഡ് വിച്ച് ആർ ദെൻ കാൾഡ് എക്സ് റേസ്. അപ്പോൾ അതിൽ നിന്ന് എമർജ് ചെയ്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസിനെ അദ്ദേഹം എക്സ് റേസ് എന്ന് വിളിച്ചു. ലേറ്റർ ഇറ്റ് കണ്ടിന്യൂ ടു ബി നോൺ ആസ് എക്സ്റേ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഇത് അറിയപ്പെടുന്ന എക്സ്റേ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ആൻ ആക്സിഡൻ്റൽ ഡിസ്കവറി ദാറ്റ് ഹാപ്പൻഡ് വൈൽ ഡൂയിങ് സ്റ്റഡീസ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ്. അതായത് പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ടുപിടുത്തം. അതായത് പല പല രീതിയിലുള്ള കണ്ടുപിടുത്തം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ആക്സിഡൻ്റലായിട്ട്, അതായത് ഒരു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഇന്ന ഒരു എയിം വെച്ച് ചെയ്തതല്ല, കറക്റ്റ് ഒരു എന്താണ് ബേസായിട്ട് അത് കിട്ടിയതാണ്. അങ്ങനെ ഒരു കണ്ടുപിടുത്തം അദ്ദേഹത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എക്സ്റേ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസിൽ, ഇൻഡസ്ട്രിയിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എല്ലാത്തിലും വ്യാപകമായിട്ട് ഇപ്പോൾ എക്സ്റേ ഉപയോഗിക്കുന്നു. മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, നമ്മളല്ലാതെയുള്ള ഇൻഡസ്ട്രിയലായിട്ടുള്ള പർപ്പസിനും അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജെ തോംസനെ കുറിച്ചാണ്. ജെ തോംസൺ ആണ് ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് എക്സ്പെരിമെൻ്റ് നടത്തിയ ആൾ.
ഇദ്ദേഹം ഇത് ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഈ ആറ്റത്തിൻ്റെ അകത്ത് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത ആളാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്തിയ ആളാണ് ഈ പറഞ്ഞ ജെ തോംസൺ എന്ന് പറയുന്നത്. ദ സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ്ഡ് ദ ഡിസ്കവറീസ് ഓഫ് ജെ തോംസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദസ് പ്രൂവ്ഡ് ദാറ്റ് ആൻ ആറ്റം ക്യാൻ ബി ഡിവൈഡ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം ഈസ് ദി ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ഡിവൈസ് ഉപയോഗിച്ച് ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടെത്തിയത്. ആ എക്സ്പെരിമെൻറ്റ് പഴയ സിലബസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് അത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കിയത്. അപ്പം ടെസ്റ്റിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇത് പുതിയ സിലബസ് പ്രകാരം ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ കണ്ടുപിടുത്തം നടത്തിയെന്ന് പറയാം. അപ്പോൾ അത് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ജെ തോംസൺ എന്ന് പറയാം. ഇനി അടുത്ത സയൻറ്റിസ്റ്റാണ് നമ്മൾ ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയാം. അതായത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസ് എടുത്തുകൊണ്ട് തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലൂടെ ഇദ്ദേഹം പാസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തു വരുന്ന ഈ ആൽഫ പാർട്ടിക്കിൾസിനെ നമ്മളൊരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. അതായത് ഇതിൽ നിന്നും അദ്ദേഹം കുറേ ഒബ്സർവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ദ മേജർ പോർഷൻ ഓഫ് ആൻ ആറ്റം ഈസ് എം ടി, അതായത് ആറ്റത്തിൻ്റെ മെയിൻ പോർഷനെല്ലാം എം ടി ആണ്. ആൻഡ് ദർ ഈസ് എ സ്മാൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം വേർ ആൾ ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ്. അതായത് എനിക്ക് ആറ്റത്തിൻ്റെ മുഴുവൻ മാസും പോസിറ്റീവ് ചാർജും എല്ലാം ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒരു സ്മാൾ പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദിസ് സെൻട്രൽ റീജിയൻ ഓഫ് ആൻ ആറ്റം ഈസ് കാൾഡ് ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏണസ്റ്റ് റുദർഫോർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസിറ്റീവ് ചാർജുള്ള ഒരു പോർഷൻ ആറ്റത്തിലുണ്ടെന്ന് ആദ്യമായിട്ട് സയൻറ്റിഫിക് വേൾഡിന് മനസ്സിലായത് തന്നെ. ഇനി ഇതേ കണക്ക് തന്നെ ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രോട്ടോൺസ് എന്ന് അറിയപ്പെടും. അപ്പം നോർമൽ കണ്ടീഷനിൽ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജിന് കാരണമായിട്ട് നിൽക്കുന്ന അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വലും ഓപ്പോസിറ്റുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പറയാൻ വിട്ടുപോയത് അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതിൻ്റെ ചാർജിന് ഈക്വലും ഓപ്പോസിറ്റുമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ആറ്റത്തിൽ ഈക്വലാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ദാറ്റ് ദ മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു ദി മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയാം. അതും ഓർത്ത് വെച്ചിരിക്കുക. അതിന് കാരണം ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. പുറത്ത് ഇലക്ട്രോൺ ഉണ്ട്. ആറ്റത്തിൻ്റെ മാസ് കൺസിഡർ ചെയ്യാനാകുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ പരിഗണിക്കാറില്ല. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ മാസ് തന്നെയാണ് ആറ്റത്തിൻ്റെ മാസ്സായിട്ട് കണക്കാക്കുന്നത്. ഇത് കൂടാതെ തന്നെ ആറ്റത്തിനകത്ത് ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അത് സയൻറ്റിഫിക് പ്രൂവ് ചെയ്തത് അദ്ദേഹമല്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസ് ആ ഒരു ഫിഗറും കൂടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ടെസ്റ്റിൻ്റെ 14ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നു. ഓക്കെ, ഇതിനകത്ത് ഒരു ഭാഗം കൂടെ ഉണ്ട്, അതുകൂടെ പറയുമ്പം അതങ്ങ് തീരും. അതുകൂടെ എന്തായാലും പറഞ്ഞേക്കാം. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അതായത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസും അല്ലാതെ ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയ ആളാണ് ഈ പറഞ്ഞ ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത്. ആ പാർട്ടിക്കിൾസിനെ അറിയപ്പെടുന്നത് ന്യൂട്രോൺസ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോൺസിന് ചാർജില്ല. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയസിനകത്ത് നമ്മൾ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്, ഹാവിങ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിൻ്റെ അതേ മാസ്സുള്ള
ചാർജ്ലെസ് പാർട്ടിക്കിൾസ് കൂടെ ന്യൂക്ലിയസിലുണ്ടെന്ന് ഇദ്ദേഹം കണ്ടെത്തി. അത് കണ്ടെത്തിയതിലേക്ക് നയിച്ച എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് ബിക്കോസ് ദ പാർട്ടിക്കിൾസ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ദാറ്റ് പൊസസ് മാസ് ആർ ഇൻ ദി ന്യൂക്ലിയസ്. അതായത് പ്രോട്ടോൺസിനും ന്യൂട്രോൺസും മാസ്സുള്ള കണങ്ങളാണ്. ഈ കണങ്ങൾ രണ്ടുമാണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ന്യൂക്ലിയസിന് മാസ് കൂടുതൽ, അല്ല ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഇതിനകത്തൊരു സംഭവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആറ്റംസ് ഓഫ് ആൾ എലമെൻറ്റ്സ് ആർ മേഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ് നെയിംലി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ആറ്റംസിൻ്റെ മെയിനായിട്ടുള്ള, അതായത് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ട് അറിയപ്പെടുന്നത്, മൗലിക കണങ്ങളെന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അതുകൂടെ പറഞ്ഞ് ഈ ഒരു ഭാഗം നിർത്താം. അതിനകത്ത് ഇലക്ട്രോണിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. മാസ് ഈസ് വെരി ലെസ് എന്ന് പറയുന്നത്. അതായത് 1837 ഒരു ഭാഗം മാസമേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1837 ഒരു ഭാഗം മാസാണ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ്സായിട്ട് കണക്കാക്കുന്നത്. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള മാസ്സുള്ള പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ എന്ന് പറയാം. സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്താൽ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് എന്നുള്ളത് അതിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വലാണ്. അതുപോലെ തന്നെ സീൻ ഇൻ ദി ന്യൂക്ലിയസ്, അത് കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് ഉള്ളിലാണ്. അടുത്ത ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വലാണ് ഒരു ന്യൂട്രോണിൻ്റെ മാസ്. സീൻ ഇൻ ദി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനുള്ളിലാണ് ഇവയും കാണപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. അപ്പം ഈ ഒരു ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.